വെൽക്കം ടു ടുഡേയ്സ് ക്ലാസ്. ഇന്ന് നമ്മൾ റിസർച്ച് എത്തിക്സ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ റിസർച്ച് ചെയ്യുമ്പോൾ നമ്മൾ പാലിക്കേണ്ട കുറേ എത്തിക്സ് ഉണ്ട്. അതായത് അത് കണ്ടക്ട് ചെയ്യുന്ന സമയത്താണെങ്കിലും അത് പ്ലാൻ ചെയ്യുന്ന സമയത്താണെങ്കിലും ഉള്ള കുറേ എത്തിക്സ് ഫോളോ ചെയ്തിട്ടായിരിക്കും റിസർച്ച് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു റിസർച്ചിൻ്റെ എത്തിക്സ് എന്തൊക്കെയാണ്, എപ്പോഴൊക്കെയാണത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, അതിൻ്റെ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. റിസർച്ച് എത്തിക്സ് എന്താണെന്ന് നോക്കാം. അപ്പോൾ റിസർച്ച് എത്തിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫണ്ടമെന്റൽ എത്തിക്കൽ പ്രാക്ടീസ് ആണ്. അത് ഫണ്ടമെന്റൽ ആയിട്ടുള്ള കുറെ എത്തിക്സ് ഉണ്ടല്ലോ. ആ എത്തിക്സ് യൂസ് ചെയ്ത് നമ്മളൊരു റിസർച്ചിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ് ചെയ്യുക. അത് റിസർച്ച് ആ ഒരു എത്തിക്സ് പ്രകാരം കണ്ടക്ട് ചെയ്യുക, അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യുമ്പോഴും അതേ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്യുന്നതിനാണ് റിസർച്ച് എത്തിക്സ് എന്ന് പറയുന്നത്. അതായത് ഒരു പ്ലാൻ ചെയ്യുമ്പോൾ തൊട്ട് നമ്മൾ എത്തിക്കൽ എന്ന് പറയുമ്പോൾ ഈ കണ്ടക്ട് ചെയ്യുന്ന ടൈമിലാണെങ്കിൽ ഹ്യൂമൻ എത്തിക്സ് ഉണ്ട്, അതിൽ ആനിമൽ എത്തിക്സ് ഉണ്ട്. അതായത് ആർക്കും ഹാം ചെയ്യാത്ത രീതിയിൽ ആരുടെയും എല്ലാ ബെനിഫിഷ്യൻസ് മാത്രം നോക്കി, അതായത് റിസ്കിനെ ഔട്ട്വേ ചെയ്യുന്ന രീതിയിൽ ബെനിഫിഷ്യൻസ് ഉണ്ടെങ്കിൽ മാത്രം ഫോളോ ചെയ്യുന്നത്. അതായത് ഒരാൾക്ക് റിസ്ക് വരാത്ത, പെയിൻ കൂടുതലുള്ള കേസുകളിൽ സാക്രിഫൈസ് ചെയ്യുക ആനിമൽസിനെ, അല്ലെങ്കിൽ ഹ്യൂമൻലി ഇപ്പം ഹ്യൂമൻസിന്റെ കേസിലാണെങ്കിൽ അവരുടെ ഇൻഫോംഡ് കൺസെന്റ് മേടിച്ചിട്ട് അവരുടെ സമ്മതപ്രകാരം മാത്രം അവരുടെ ഡീറ്റെയിൽസ് എടുക്കുക. അങ്ങനത്തെ കുറെ എത്തിക്കൽ പ്രാക്ടീസസ് ആണ് ഈ എത്തിക്സിൽ വരുന്നത്. അങ്ങനെ കണ്ടക്ട് ചെയ്യുക. ഇനിയിപ്പോൾ റിസർച്ച് പബ്ലിഷ് ചെയ്യുന്ന സമയത്താണെങ്കിൽ നമ്മൾ സയന്റിഫിക് കമ്മ്യൂണിറ്റിയോട് ഒരു എത്തിക്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അതായത് നമ്മുടെ പബ്ലിഷിങ് വർക്കിൽ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പെർഫോം ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഒരാൾ പബ്ലിഷ് ചെയ്ത വർക്കിൽ മോഡിഫൈ ചെയ്യാതിരിക്കുക. അതായത് ആ വർക്ക് തന്നെ റിപ്പീറ്റ് ചെയ്ത് സയന്റിഫിക് സോഴ്സ് കുറയ്ക്കാതിരിക്കുക, സയന്റിഫിക് സോഴ്സ് മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ അങ്ങനെ കുറേ എത്തിക്സ് ആണ്, പല കാര്യങ്ങളിലും എത്തിക്സ് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു എത്തിക്സ് ഫോളോ ചെയ്യുന്നതിനെയാണ് നമ്മൾ റിസർച്ച് എത്തിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്ന ടൈമിലാണെങ്കിൽ ഹ്യൂമൻസ് അല്ലെങ്കിൽ ആനിമൽസ് ഇൻവോൾവ് ചെയ്യുന്ന എല്ലാ കേസിലും നമ്മൾ എന്ത് ചെയ്യണം, എത്തിക്സ് ഫോളോ ചെയ്യണം. ബ്ലഡ് ആണെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് എടുക്കുന്ന സമയത്താണെങ്കിലും എല്ലാം അവരുടെ ഇൻഫോംഡ് കൺസെന്റ്, സമ്മതം മേടിച്ചിട്ട് മാത്രം ചെയ്യുക. അത് എത്തിക്കലി നമ്മൾ ചെയ്യുന്നൊരു ഇതാണ്. ഇനി ആനിമൽസിന്റെ കേസിലാണെങ്കിൽ നമുക്ക് എന്താണ്, ഇൻഫോംഡ് കൺസെന്റ് മേടിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. അപ്പൊ അങ്ങനത്തെ കേസിൽ എന്താണ്, എത്തിക്കലി അവരുടെ കുറച്ച് കാര്യങ്ങൾ ഫോളോ ചെയ്യുക. അത് അവർക്ക് പെയിൻ വരുന്ന കേസാണ്, സാക്രിഫൈസ് ചെയ്യേണ്ട സമയത്ത് സാക്രിഫൈസ് ചെയ്യുക, അനാവശ്യമായിട്ട് പെയിൻ കൊടുക്കാതിരിക്കുക. അങ്ങനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഇതാണ് റിസർച്ച് എത്തിക്സ് എന്ന് പറയുന്നത്. പബ്ലിഷ് ചെയ്യുന്ന സമയത്താണെങ്കിലും എത്തിക്കലി നമ്മൾ റിസർച്ച് കറക്റ്റ് ആയിട്ട് കള്ളത്തരത്തിൽ പബ്ലിഷ് ചെയ്യാതിരിക്കുക. ആക്ടിവിറ്റി ഇല്ലാത്തതിന് ആക്ടിവിറ്റി ഉണ്ടെന്നൊക്കെ പറഞ്ഞ് പബ്ലിഷ് ചെയ്യുമ്പോൾ അതൊരു സയന്റിഫിക് കമ്മ്യൂണിറ്റിയോട് നമ്മൾ കാണിക്കുന്ന ഒരു നീതികേടാണ്. അപ്പോൾ ആ ഒരു ഇതൊക്കെ മാറ്റി നമ്മൾ എത്തിക്കലി എല്ലാം ചെയ്യുന്നതിനാണ് റിസർച്ച് എത്തിക്സിൽ മെയിനായിട്ട് പറയുന്നത്. ഇങ്ങനത്തെ കുറേ എത്തിക്സ് ഫോളോ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അതാണ് റിസർച്ച് എത്തിക്സ് കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ റിസർച്ച് എത്തിക്സിൽ എന്താണ്, ഫണ്ടമെന്റൽ ആയിട്ടുള്ള എത്തിക്കൽ പ്രിൻസിപ്പിൾസ് നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത്, കണ്ടക്ട് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യുന്ന സമയത്തും മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്, അല്ലെങ്കിൽ ആ എത്തിക്സ് റിസർച്ചിൽ അപ്ലൈ ചെയ്യുന്നതിനാണ് റിസർച്ച് എത്തിക്സ് എന്ന് പറയുന്നത്. അപ്പം കുറച്ച് ഗൈഡിങ് പ്രിൻസിപ്പിൾസ് വരുന്നുണ്ട് റിസർച്ച് എത്തിക്സിൽ. അപ്പോൾ അതിൽ വരുന്ന പ്രിൻസിപ്പിൾസ് ആണ് ഒന്ന് ഓട്ടോണോമി ആൻഡ് റെസ്പെക്ട് കൊടുക്കുക എല്ലാവരുടെയും. അതുപോലെ തന്നെ അവരുടെ ഇൻഡിവിജ്വൽ ഡിസിഷന് വേണ്ടിയിട്ടുള്ള ഒരു റെസ്പെക്ട്, അല്ലെങ്കിൽ അതിനുള്ളൊരു ടൈം കൊടുക്കുക. ഓട്ടോണോമി ആൻഡ് റെസ്പെക്ട്. ബെനിഫിഷ്യൻസ് എന്ന് പറയുമ്പോൾ അവരുടെ ബെനിഫിഷ്യൻസിന് വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട്, അല്ലാതെ നമ്മുടെ ബെനിഫിഷ്യൻസ് ആയിരിക്കരുത്. മീൻസ് നമ്മുടെ ബെനിഫിഷ്യൻ എന്ന് പറഞ്ഞാൽ അവരുടെ റിസ്ക് നമ്മുടെ ഒരു ബെനിഫിഷ്യൻസ് ആയിട്ട് കരുതരുത്. അപ്പം അവർക്ക് പെയിൻ അത്രയും കിട്ടിയ ആ ഒരു കേസ് അങ്ങനെയൊക്കെ കൊടുത്ത് നമ്മൾ ബെനിഫിഷ്യൻസിന് വേണ്ടി നോക്കരുത്. അതായത് ആ റിസർച്ച് ചെയ്യുന്നവരുടെ ബെനിഫിഷ്യൻസ് കൂടി നമ്മൾ നോക്കണം. അവർക്ക് ബെനിഫിഷ്യൻസ് കിട്ടുന്നുണ്ടോ എന്നുള്ളത്. അതുപോലെ തന്നെ നോൺ മാലിഫിഷ്യൻസ്, അവർക്ക് ഹാംഫുൾ ഒന്നും കൊടുക്കരുത്. റിസ്ക് എപ്പോഴും കുറവായിരിക്കണം, ബെനിഫിഷ്യൻസ് ആയിരിക്കണം കൂടി നിൽക്കേണ്ടത്. എന്ന് വെച്ചാൽ റിസ്ക് കൊടുക്കുന്നതിനേക്കാൾ ഉപരി ബെനിഫിഷ്യൻസ് കിട്ടുന്നുണ്ട് എന്നുള്ള കേസിൽ മാത്രമേ നമ്മൾ റിസർച്ച് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ ഫ്രീ ഫ്രം എക്സ്പ്ലോയിറ്റേഷൻ. അവരെ
എക്സ്പ്ലോയിറ്റ് ചെയ്യുക, അതായത് എല്ലാവർക്കും ഈക്വൽ ആയിട്ട് നമ്മൾ കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ച് കമ്മ്യൂണിറ്റിക്ക് മാത്രം ബെനിഫിഷ്യൻസ്, കുറച്ച് പേർക്ക് റിസ്ക്. അതിപ്പോൾ നമ്മൾ എന്തെങ്കിലും ക്രൈറ്റീരിയാസിന്റെ ബേസിലായിരിക്കരുത്. അങ്ങനെ നീതിയായിട്ട് വേണം ചെയ്യാനായിട്ട്. കുറച്ച് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർക്ക് വേണ്ടി ബെനിഫിഷ്യൻസ് കൊടുക്കുക, കുറച്ച് പേർക്ക് റിസ്ക്, അങ്ങനത്തെ ഒരു അല്ലാതെ ഈക്വൽ ആയിട്ട് വേണം ജസ്റ്റിസ് നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ സയന്റിഫിക് വാലിഡിറ്റി ഉണ്ടായിരിക്കണം. സയന്റിഫിക് ആയിട്ടുള്ള റീസൺസ് ഉണ്ടെങ്കിലേ നമ്മൾ എത്തിക്കലി അത് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ഹോണസ്റ്റി, സത്യസന്ധമായിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇതൊക്കെയാണ് കുറച്ച് ഗൈഡിങ് പ്രിൻസിപ്പിൾസ്. റിസർച്ച് എത്തിക്സിൽ വരുന്ന കുറച്ച് പ്രിൻസിപ്പിൾസ് ആണ്. ഓട്ടോണമി, റെസ്പെക്ട്, ബെനിഫിഷ്യൻസ്, നോൺ മാലിഫിഷ്യൻസ്, ജസ്റ്റിസ്, സയന്റിഫിക് വാലിഡിറ്റി ആൻഡ് ഹോണസ്റ്റി. ഇനി നമുക്ക് ബെൽമോണ്ട് റിപ്പോർട്ടിന്റെ ബേസിൽ ഉള്ള എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ബെൽമോണ്ട് റിപ്പോർട്ട് അനുസരിച്ചിട്ട് 3 പ്രിൻസിപ്പിൾസ് ആണ് മെയിൻ ആയിട്ടുള്ളത് എത്തിക്കലി നമ്മുടെ റിസർച്ച് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി. അത് ഹ്യൂമൻസ് ഇൻവോൾവ് ആവുന്ന റിസർച്ച് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 3 പ്രിൻസിപ്പിൾസ് വരുന്നത് റെസ്പെക്ട് ഫോർ പേഴ്സൺസിനെ, അതായത് ഹ്യൂമൻസ് ഇൻവോൾവ് ആവുന്ന കേസിൽ നമ്മൾ എന്താ അവിടെയുള്ള അതിൽ ഇൻവോൾവ് ആവുന്നവർക്ക് എന്ത് കൊടുക്കണം? റെസ്പെക്റ്റ് കൊടുക്കുക. പിന്നെ ബെനിഫിഷ്യൻസ്, അവർക്ക് ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ റിസർച്ച് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ വരുന്നത് ജസ്റ്റിസ് ആണ്. നേരത്തെ പറഞ്ഞത് തന്നെ എന്താണ്, എല്ലാവർക്കും, അതായത് കുറച്ച് കമ്മ്യൂണിറ്റിക്കാർക്ക് വേണ്ടി മാത്രം സ്പെഷ്യൽ പ്രിഫറൻസ് കൊടുക്കാൻ പാടില്ല. അതുപോലെ എന്താണ്, എല്ലാവർക്കും ഈക്വൽ ആയിട്ട് തന്നെ നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ ട്രീറ്റ്മെന്റ്, കൺട്രോൾ ഗ്രൂപ്പ് ആണെങ്കിൽ കൺട്രോൾ, നമ്മൾ അതൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഈ ബെൽമണ്ട് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ പണ്ടത്തെ എക്സ്പീരിയൻസ്, അതായത് ഒരു 20th സെഞ്ചുറിയുടെ മുന്നേ ഉള്ള എക്സ്പീരിമെന്റ്സിലൊക്കെ എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ സബ്ജക്ട്സിനെ ഇൻവോൾവ് ചെയ്യുമ്പോൾ ഭയങ്കര പ്രശ്നമായിരുന്നു. അതായത് മെഡിക്കൽ അല്ലെങ്കിൽ ബിഹേവിയറൽ റിസർച്ചിലൊക്കെ അവരൊരു എത്തിക്കലി ആയിരുന്നില്ല കണ്ടക്ട് ചെയ്തോണ്ട്. അതായത് നാസി എക്സ്പീരിമെന്റ്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ World War II സമയത്തുള്ളതാണ്. 1940s ഉള്ള സമയമാണ്. ആ ഒരു സമയത്ത് എന്താണ്, പ്രിസണേഴ്സ്, അതായത് ജയിലിൽ കിടക്കുന്നവരെയൊക്കെ അതിക്രൂരമായിട്ട് റിസർച്ചിന് വേണ്ടിയിട്ട് ഇൻവോൾവ് ചെയ്യുന്ന ഒരു സമയമായിരുന്നു. ആ ഒരു ഇപ്പം ഹ്യൂമൻസിന്റെ ബ്ലഡ് വോളിയം അറിയാനായിട്ട് നമ്മൾ ബ്ലഡ് കളക്ട് ചെയ്യുക, അതായത് ഹ്യൂമൻ കില്ല് ചെയ്ത് ബ്ലഡ് കളക്ട് ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് എത്ര ടെമ്പറേച്ചർ സഹിക്കാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടി നമ്മൾ അത്രയും ഹാർഡായിട്ടുള്ള കോൾഡ് ബാത്ത് അതിൽ, അല്ലെങ്കിൽ ഐസ് കോൾഡ് സിറ്റുവേഷൻസിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന, അല്ലെങ്കിൽ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ മെയിൻറ്റെയിൻ ചെയ്ത് എത്ര ആൾട്ടിറ്റ്യൂഡ് സഹിക്കാൻ പറ്റും, അങ്ങനെ ബേസിക് പാരാമീറ്റേഴ്സ് നോക്കുക. അപ്പം അങ്ങനത്തെയൊക്കെ അതായത് മനുഷ്യത്വം ഇല്ലാത്ത പല എക്സ്പീരിമെന്റ്സ് ആയിരുന്നു വേൾഡ് വാറിന്റെ ടൈമിലൊക്കെ കണ്ടക്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അതിനുശേഷമാണ് നമ്മൾ നറൻബർഗ് കോഡ് എന്ന് പറഞ്ഞ 1947 ഇതിന് അഗേൻസ്റ്റ് ആയിട്ട് കുറച്ച് പ്രിൻസിപ്പൾസ് കണ്ടക്ട് ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ടസ്കീജി സിഫിലിസ് സ്റ്റഡി ഒക്കെ ഉണ്ട്. അതായത് US പബ്ലിക് ഹെൽത്ത് സർവീസിലാണെങ്കിൽ ബ്ലാക്ക് മെന്നിനെ സിഫിലിസ് ഉള്ളവരെ ട്രീറ്റ് ചെയ്യാതിരിക്കും. അതായത് അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാതെ ബാക്കിയുള്ളവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുക. അല്ലെങ്കിൽ അതുപോലെ തന്നെ ആയിരുന്നു നമുക്ക് ചില സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് മാത്രം എന്താണ് ആ ഒരു ഡിസീസ്, ചില ഗ്രൂപ്പിന് മാത്രം ഡിസീസ് കൊടുത്തിട്ട് അവരെ ട്രീറ്റ് ചെയ്യാതെ എത്ര നാള് സർവൈവ് ചെയ്യുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇങ്ങനത്തെ ഇൻഹ്യൂമെയിൻ ആയിട്ടുള്ള കുറെ പ്രാക്ടീസസുകൾ പണ്ട് ഡെവലപ്പ് ചെയ്ത ഒരു റിപ്പോർട്ടാണ് ബെൽമണ്ട്. അപ്പം ബെൽമണ്ട് കോൺഫറൻസ് സെന്റർ, അതായത് മെരിലാൻഡിൽ ഒരു ബെൽമണ്ട് കോൺഫറൻസ് സെന്ററിൽ വെച്ചിട്ട് നടത്തിയ ഒരു ഇതില് ജനറേറ്റ് ചെയ്ത പ്രിൻസിപ്പിൾസ് ആണ് ഇത് 3. അതുകൊണ്ടാണ് ബെൽമണ്ട് റിപ്പോർട്ട് എന്ന് പറഞ്ഞത്. അപ്പൊ ഈ ഒരു ബെൽമണ്ട് റിപ്പോർട്ടാണ് ഇപ്പോഴത്തെ പല അതായത് അവരുടെ പ്രൊട്ടക്ഷൻ ഫാം കൊടുക്കുന്നത് വളരെ മിനിമം എല്ലാവർക്കും ഈക്വൽ ആയിട്ട് തന്നെ ഫെയർലി ആയിരിക്കണം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. നേരത്തെ ബ്ലാക്ക് മെനിനെ ട്രീറ്റ് ചെയ്യാതിരിക്കാൻ, കമ്മ്യൂണിറ്റിയെ നമ്മൾ കാണാതിരിക്കാൻ പ്രിൻസിപ്പിൾസ് ആയിട്ട് ഇൻവോൾവ് ചെയ്തത്.
അപ്പൊ ഇപ്പോഴത്തെ കറണ്ട് HRS റെഗുലേഷൻസിന്റെ ഗൈഡ് ലൈൻസിന്റെ ഒക്കെ ബേസിക് എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രിൻസിപ്പിൾ തന്നെയാണ്. ഇനി റെസ്പെക്ട് ഫോർ ഹ്യൂമൻ ഡിഗ്നിറ്റി ആണ്. അപ്പൊ ഹ്യൂമൻ ഡിഗ്നിറ്റിക്ക് വേണ്ടി ഉള്ള റെസ്പെക്ട് അല്ലെങ്കിൽ അതിൽ വരുന്ന രണ്ട് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ ഒന്ന് റൈറ്റ് ടു സെൽഫ് ഡിറ്റർമിനേഷനും രണ്ടാമത്തെ റൈറ്റ് ടു ഫുൾ ഡിസ്ക്ലോഷർ. അപ്പൊ റൈറ്റ് ടു സെൽഫ് ഡിറ്റർമിനേഷൻ ആണ് നമുക്ക് സെൽഫായിട്ട്, അതായത് അതിൽ ഇൻവോൾവ് ആയിരിക്കുന്ന ഓരോ ഇൻഡിവിജ്വൽസും സെൽഫായിട്ട് അവരുടെ ഡിസിഷൻ മേക്ക് ചെയ്യാനായിട്ടുള്ള കേപ്പബിലിറ്റി അല്ലെങ്കിൽ അവർക്കൊരു റൈറ്റ്, അവർക്ക് ആ ഒരു സ്വാതന്ത്ര്യം നമ്മൾ ആ ഒരു റിസർച്ചിൽ കൊടുക്കണം. റൈറ്റ് ടു സെൽഫ് ഡിറ്റർമിനേഷൻ, സെൽഫായിട്ട് ഡിറ്റർമൈൻ ചെയ്യുക. അതുപോലെ രണ്ടാമത്തെ റൈറ്റ് ടു ഫുൾ ഡിസ്ക്ലോഷർ ആണ്. അപ്പോൾ റൈറ്റ് ടു ഫുൾ ഡിസ്ക്ലോഷർ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഫുൾ റിസർച്ചും ഇപ്പോൾ ഹ്യൂമൻസ് ഇൻവോൾവ് ചെയ്യുന്ന എല്ലാ പ്രൊസീജിയേഴ്സും അല്ലെങ്കിൽ അതിൽ എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണുള്ളത്, അതിൽ എന്തൊക്കെ ഹാം ഉണ്ടായിരിക്കും, അത് എങ്ങനെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എന്താണ് ഫുൾ ഡീറ്റെയിൽസും ഫുള്ള് നമ്മൾ എന്ത് ചെയ്യുക, അവർക്ക് ഡിസ്ക്ലോസ് ചെയ്തൊരു സാഹചര്യം, അതിനെ അവർക്ക് ഡിസ്ക്ലോസ് ചെയ്തിട്ട് വേണം നമ്മൾ റിസർച്ച് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാം പറഞ്ഞു കൊടുത്തിട്ട് വേണം നമ്മൾ റിസർച്ച് തുടങ്ങാൻ വേണ്ടി. അതുപോലെ തന്നെ അതിലെന്താണ് അവർക്ക് സ്റ്റഡിയിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ അല്ലെങ്കിൽ പിന്തിരിയാനുള്ളത് അല്ലെങ്കിൽ അതിൽ ഇൻവോൾവ് ചെയ്യാനുള്ള ഫുൾ ഫുൾ സ്പേസും നമ്മൾക്ക് ഓപ്പർച്യൂണിറ്റിയും കൊടുക്കും. റിസർച്ച് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഡീറ്റെയിൽസ് ഫുള്ള് പറഞ്ഞു കൊടുക്കുക. ഫുൾ ഡിസ്ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം അവർക്ക് അത് ഇൻവോൾവ് ആവാൻ താല്പര്യമുണ്ടോ, പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമില്ലേ എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്തിട്ട് അവർക്ക് ഡിസിഷൻ എടുക്കാനൊരു അവസരം കൊടുത്തിട്ട് വേണം നമ്മൾ റിസർച്ച് സ്റ്റാർട്ട് ചെയ്യാൻ. അതുപോലെ തന്നെ റിസർച്ച് സ്റ്റാർട്ട് ചെയ്ത് ഇടയ്ക്ക് വെച്ച് വിഡ്രോ ചെയ്യാനുള്ള ഒരു അവസരവും ഫ്രീ ആയിട്ട് തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതായത് വിത്തൗട്ട് എനി പെനാൽറ്റി അവർക്ക് അതിൽ വിഡ്രോ ചെയ്യാനും പറ്റും എന്നും നമ്മൾ ഡിസ്ക്ലോസ് ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഹ്യൂമൻസിനുള്ള ഡിഗ്നിറ്റിയിൽ വരുന്ന രണ്ട് പ്രിൻസിപ്പിൾസ് ആണ് സെൽഫ് ഡിറ്റർമിനേഷനും റൈറ്റ് ടു ഫുൾ ഡിസ്ക്ലോഷർ. ഇനി അടുത്ത് ബെനിഫിഷ്യൻസ് ആണ്. അപ്പോൾ ബെനിഫിഷ്യൻസ് എന്ന് പറയുമ്പോൾ മോസ്റ്റ് ഫണ്ടമെന്റൽ ആയിട്ടുള്ള എത്തിക്കൽ പ്രിൻസിപ്പിൾസിൽ ഒന്നാണ് ബെനിഫിഷ്യൻസ്. അപ്പോൾ ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത് റിസർച്ചർ എന്ത് ചെയ്യുക, ഹാം വരുന്ന സിറ്റുവേഷൻസ് മിനിമൈസ് ചെയ്ത് മാക്സിമം ബെനിഫിറ്റ്സ് മാത്രം കൊടുക്കുക എന്നുള്ളതാണ് വരുന്നത്. സോ മിനിമൈസ് ഹാം ആൻഡ് ടു മാക്സിമൈസ് ബെനിഫിഷ്യൻസ്. ഈ പ്രിൻസിപ്പിൾ രണ്ട് രീതിയിലുള്ള റൈറ്റ്സ് ആണ് കവർ ചെയ്യുന്നത്. ഒന്നാമത്തെ ഫ്രീഡം ഫ്രം ഹാം ആൻഡ് ഡിസ്കംഫർട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഹാമിൽ നിന്ന് അവർക്ക് കൊടുക്കുന്ന ഫ്രീഡവും, അതുപോലെ തന്നെ റൈറ്റ് ടു പ്രൊട്ടക്ഷൻ ഫ്രം എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണം ചെയ്യുന്ന ഒരു സിറ്റുവേഷനിൽ നിന്ന്, അതായത് മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ മെയിനായിട്ട് വരുന്നത്. അപ്പോൾ എന്താ ബെനിഫിഷ്യൻസ് എന്ന് പറയുമ്പോൾ ബെനിഫിറ്റ്സ്, അതായത് ബെനിഫിറ്റ്സ് ആയിരിക്കണം കൂടുതൽ. റിസ്ക് ഔട്ട്വെയ്സ് ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ റിസ്കിനേക്കാട്ടിൽ കൂടുതൽ എന്തായിരിക്കണം, ബെനിഫിറ്റ്സ് ആയിരിക്കണം വരുന്നത്. അപ്പോൾ ബെനിഫിഷ്യൻസ് കൊണ്ട് തന്നെ ഡു ഗുഡ് എന്നാണ് നമ്മൾ മീൻ ചെയ്യുന്നത്. ആ വാക്യത്തിനുണ്ട് ഡു ഗുഡ് അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ബാക്കിയുള്ളവരുടെ വെൽബീയിങ് ആയിരിക്കണം നമ്മുടെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം വരുന്നത്. അപ്പോൾ റിസർച്ചിന്റെ കേസിൽ എന്താകുക, മാക്സിമൈസ് ചെയ്യുന്നത് ബെനിഫിറ്റ്സും മിനിമൈസിങ് ഹാംസ് ആയിരിക്കണം പാർട്ടിസിപ്പൻസിന്. അതുപോലെ തന്നെ പാർട്ടിസിപ്പൻസിന് ഹാം വരുന്ന നോൺ മാലിഫിഷ്യൻസ്, അത് ഇതിനോട് കൂടെ വരുന്നത്, അതായത് ഹാം അവോയ്ഡ് ചെയ്യുക, അങ്ങനത്തെ പ്രാക്ടീസുകൾ നമ്മൾ അവോയ്ഡ് ചെയ്ത് പാർട്ടിസിപ്പൻസിന്റെ വെൽഫെയർ നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യുക. റിസ്ക് ബെനിഫിറ്റ് അനാലിസിസ് ആണ് വരുന്നത്. അതായത് നമ്മൾ സ്റ്റഡി അപ്രൂവ് ചെയ്യുന്നതിന് മുന്നേ തന്നെ റിവ്യൂ ബോർഡ് ഉണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷണൽ റിവ്യൂ ബോർഡ് ഒക്കെ നമ്മൾ കെയർഫുള്ളി നോക്കിയിട്ട് വേണം. അതായത് ബെനിഫിറ്റ് ആണോ കൂടുതൽ, റിസ്ക് ആണോ, ബെനിഫിറ്റ് ഔട്ട്വെയ്സ് ദ റിസ്ക് എന്ന് പറയും. ബെനിഫിറ്റ്സ് ആയിരിക്കണം കൂടുതൽ, റിസ്കിനെക്കാട്ടിലും ഔട്ട്വേ ചെയ്ത് നിൽക്കുന്ന രീതിയിലായിരിക്കണം ബെനിഫിറ്റ്സ് വരാനായിട്ട്. ഈ ഒരു ഇതൊക്കെ നോക്കിയിട്ടുള്ളത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്യാൻസർ ട്രയലിന്റെ കേസിലാണെങ്കിൽ എന്താ ബെനിഫിഷ്യൻസ് എന്ന് പറയുന്നത് പേഷ്യൻസിന് നല്ല സപ്പോർട്ടീവ് കെയർ കൊടുക്കാനാണ്. അതായത് അവരുടെ ഇപ്പോഴത്തെ പ്രൂവൺ ട്രീറ്റ്മെന്റ്സിനെ വിത്ത്ഹോൾഡ് ചെയ്യാതെ, മീൻസ് ഇപ്പോഴത്തെ ട്രീറ്റ്മെന്റ്സ് വിത്ത്ഹോൾഡ് ചെയ്യാൻ പിടിച്ചു വെക്കാതെ ഇരിക്കുക, മനസ്സിലായി, അവർക്ക് ആ ഇപ്പോഴത്തെ ട്രീറ്റ്മെന്റ് കൊടുത്ത് അവർക്ക് നമുക്ക് മാക്സിമം സപ്പോർട്ടീവ് കെയർ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് വരുന്നത്. ഇനി ബിഹേവിയറൽ സ്റ്റഡീസിലാണെങ്കിൽ നമ്മുടെ സൈക്കോളജിക്കൽ ഡിസ്ട്രെസ് ഒക്കെ, അതായത് സെൻസിറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അവോയ്ഡ് ചെയ്യുക, അതായത് അവർക്ക് ഹാം കോസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ അവോയ്ഡ് ചെയ്ത് അവർക്ക് ബെറ്റർ രീതിയിലുള്ള ബെനിഫിഷ്യൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് ബെനിഫിഷ്യൻസ് എന്ന് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഇതൊരു പ്രിൻസിപ്പളിന്റെ അണ്ടറാണ്, ഒരു പ്രിൻസിപ്പിളാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ അണ്ടറിൽ വരുന്ന രണ്ട് ഇതാണ് റൈറ്റ് ടു ഫ്രീഡം ഫ്രം ഹാം
ആൻഡ് ഡിസ്കംഫോർട്ടും റൈറ്റ് ടു പ്രൊട്ടക്ഷൻ ഫ്രം എക്സ്പ്ലോയിറ്റേഷൻ, മാക്സിമം ചൂഷണം ചെയ്യുന്നതിൽ നിന്ന് അവോയ്ഡ് ചെയ്യുക. നമുക്ക് അതത്ര ആവശ്യമുണ്ട്, ആ സെൻസിറ്റീവ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം എന്നുള്ള ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ അവരെ കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യാതെ അവർക്ക് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ മൂന്നാമത്തെ പ്രിൻസിപ്പിൾ ആണ് ജസ്റ്റിസ്. ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എല്ലാവർക്കും ഈക്വൽ ആയിട്ട് ജസ്റ്റിസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പം റൈറ്റ് ടു ഫെയർ ട്രീറ്റ്മെന്റ് ആൻഡ് റൈറ്റ് ടു പ്രൈവസി ആണ് ഇതിന്റെ രണ്ട് റൈറ്റ്. റൈറ്റ് ടു ഫെയർ ട്രീറ്റ്മെന്റ്, എല്ലാവർക്കും നല്ലതായിട്ടുള്ള ഫെയർ ആയിട്ട്, അതായത് നമ്മൾ ഈക്വലി ട്രീറ്റ്മെന്റ് കൊടുക്കുക. അതുപോലെ തന്നെ റൈറ്റ് ടു പ്രൈവസി, ഓരോരുത്തർക്കും അവരുടേതായ പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള റൈറ്റ്. അപ്പം ഇവിടെ മെയിൻ ആയിട്ട് പറയുന്നത് പറഞ്ഞാൽ ബെനിഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന കേസിലാണെങ്കിലും ബർഡൻ, അതായത് ഹാം നമ്മൾ കൊടുക്കുന്ന കേസിലാണെങ്കിൽ നമുക്ക് ഡിഫറെൻറ്റ് ട്രീറ്റ്മെന്റ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഈക്വൽ ആയിട്ട് തന്നെ കൊടുക്കുക. അവിടെ ഒരു ഫെയർനെസ് നമ്മൾ കാണിക്കുക, അതായത് ജസ്റ്റിസ് മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് കുറച്ച് പേർക്ക് ഇപ്പം ചില കമ്മ്യൂണിറ്റിക്ക് മാത്രം അൺഫെയർ ആയിട്ട് നമ്മൾ ബർഡൻ കൊടുത്തു കഴിഞ്ഞാൽ ചിലർക്ക് മാത്രം ബെനിഫിറ്റ് കൊടുക്കുക, അങ്ങനെ ഒരു ഇൻജസ്റ്റിസ് ആയിട്ടുള്ള പ്രാക്ടീസ് മെയിൻറ്റെയിൻ ചെയ്യാതെ ഒരു ഗ്രൂപ്പിനെയും നമ്മൾ അൺഫെയർലി ബർഡൻ ചെയ്യുകയോ റിസ്ക് കൊണ്ട് ബർഡൻ ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെ നമ്മൾ ആ ഒരു റിസ്കിൽ നിന്ന് ഒഴിവാക്കി അവർക്ക് മാത്രം പൊട്ടൻഷ്യൽ ബെനിഫിറ്റ് കൊടുക്കുകയോ ചെയ്യരുത്. അപ്പം പണ്ട് ഒരു കേസിലാണ് പറയുകയാണെങ്കിൽ ഇപ്പൊ പ്രിസണേഴ്സ്, ഞാൻ പറഞ്ഞില്ല നേരത്തെ തന്നെ വേൾഡ് വാറിന്റെ ടൈമിലൊക്കെ പ്രിസണിൽ കിടക്കുന്ന കുറ്റവാളികൾക്ക്, പ്രിസണേഴ്സിന് അല്ലെങ്കിൽ പുവർ ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ റേഷ്യൽ മൈനോറിറ്റീസ് ഗ്രൂപ്പ്സ് ഉണ്ട്, ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ഉണ്ട്, ആ ഗ്രൂപ്പിനെയൊക്കെ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അവർക്ക് മാത്രം ടാർഗറ്റ് ചെയ്ത് അവരെ മാനിപ്പുലേറ്റ് ചെയ്ത് അവർക്ക് ഇൻജസ്റ്റിസ് ആയിട്ടുള്ള പ്രാക്ടീസ്, അവർക്ക് നേരത്തെ പറഞ്ഞ പോലത്തെ ഇൻജസ്റ്റിസ് ആയിട്ടുള്ള പല പരിപാടികളും റിസർച്ച് ആ ഒരു ഗ്രൂപ്പിൽ നടത്തുകയും അതുപോലെ തന്നെ ചില ഗ്രൂപ്പുകളിനെ നമ്മൾ റിസർച്ചിൽ നിന്ന് ബെനിഫിറ്റ്, അതായത് ചിൽഡ്രൻസ്, വുമൺ, ചില മൈനോറിറ്റീസിനെ എന്ത് ചെയ്യും, സിസ്റ്റമാറ്റിക്കലി നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യും ഈ ഒരു റിസർച്ചിൽ നിന്ന്. പക്ഷെ അത് നമ്മൾ സിസ്റ്റമാറ്റിക്കലി എക്സ്ക്ലൂഡ് ചെയ്യുന്നത് സയന്റിഫിക് റീസണിന്റെ പ്രകാരം വാലിഡ് റീസൺസിന് പുറമെ നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യുന്നതാണ് ആ ഒരു ഗ്രൂപ്പ്, അതായത് ചിൽഡ്രൻ, വുമൺ അല്ലെങ്കിൽ ചില മൈനോറിറ്റീസ്. ഈ ഇൻജസ്റ്റിസ് ആയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ പുവർ അല്ലെങ്കിൽ റേഷ്യൽ മൈനോറിറ്റീസ്, അങ്ങനെ ആ ഒരു റേസിസം വെച്ചിട്ട് അല്ലെങ്കിൽ പ്രിസണേഴ്സ് അങ്ങനെ കുറേ പേര് ഇൻജസ്റ്റിസ് ആയിട്ട് ടാർഗറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് ഇൻജസ്റ്റിസ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. സിസ്റ്റമാറ്റിക്കലി നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യുന്നത് സയന്റിഫിക് റീസൺസിന്റെ പുറത്തായിരിക്കും. അത് വാലിഡ് ആയിട്ടുള്ള റീസൺസ് ആയിട്ടാണ് കണക്കാക്കുന്നത്, സബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുന്നത്. അപ്പം ചില പുവറിൽ അല്ലെങ്കിൽ മൈനോറിറ്റി പോപ്പുലേഷനിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ട്രീറ്റ്മെന്റ് കൊടുത്ത് നോക്കുക. കാരണം ചോദിക്കാനും ഇതില്ലാത്തവർക്ക് കൊടുക്കാമെന്ന് പറയുന്ന പോലെ. അതുപോലെ HIV AIDS ഒക്കെ ആഫ്രിക്കയിൽ ടെസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു. അതായത് വെൽത്തി നേഷൻസിൽ അത് ടെസ്റ്റ് ചെയ്യാതെ ആഫ്രിക്കയിലൊക്കെ ആയിരിക്കും അങ്ങനത്തെ ഡ്രഗ്സിന്റെ ടെസ്റ്റ് നടത്താറ്. അപ്പം അങ്ങനെ എക്സ്പ്ലോയിറ്റേഷൻ അവോയ്ഡ് ചെയ്യുക, അതായത് വൾണറബിൾ ഗ്രൂപ്പ്സിനെ നമ്മൾ റിസ്ക് ഫാക്ടേഴ്സിന്റെ ബേസിൽ ഓൾറെഡി അവോയ്ഡ് ചെയ്യുന്നത്. പിന്നെ ഹിസ്റ്റോറിക്കലി പറയുകയാണെങ്കിൽ വുമൺ അല്ലെങ്കിൽ മൈനോറിറ്റീസിനെ മിക്കവാറും ക്ലിനിക്കൽ ട്രയൽസിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യാറാണ് പതിവ്. ഇപ്പം ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ നമ്മൾ അതിന് ജസ്റ്റിഫിക്കേഷൻ കൊടുത്തിട്ടായിരിക്കും ഇൻക്ലൂഡ് ചെയ്യാറ്. അപ്പം ഇങ്ങനത്തെ അൺജസ്റ്റിസ് ആയിട്ടുള്ള പ്രാക്ടീസുകൾ ഒഴിവാക്കുക. അതായത് ഫെയർ ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കുക, റിസ്കിനെ ആണെങ്കിലും ബെനിഫിറ്റ്സിനെ ആണെങ്കിലും ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വേണം കൊടുക്കാൻ. സബ്ജക്ട്സിനെ സെലക്ട് ചെയ്യുമ്പോഴും അതേ ഒരു ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ ഒരു പ്രിൻസിപ്പിളിന്റെ ബേസിലായിരിക്കണം. അതുപോലെ തന്നെ ചില ഗ്രൂപ്പിനെ തന്നെ എക്സ്പ്ലോർ ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യുക, എല്ലാവർക്കും ഈക്വാലിറ്റി കൊടുക്കുക, ഗ്രൂപ്പിങ്സ് അവോയ്ഡ് ചെയ്ത് അതായത് സയന്റിഫിക് വാലിഡിറ്റി ഉള്ള റീസൺസിന് മാത്രമേ നമ്മൾ അങ്ങനത്തെ സബ്ജക്ട് സെലക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. ഇതൊക്കെയാണ് ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ ഈക്വൽ ആയിട്ട് എല്ലാവർക്കും ഒരേപോലെ നമ്മൾ റിസ്ക്കും ബെനിഫിറ്റും കൊടുക്കുന്നതിനാണ് ജസ്റ്റിസ് എന്ന് പറയുന്നത്. അടുത്തിന് വൈ ഷുഡ് ദെയർ ബി റിസർച്ച് എത്തിക്സ്, എന്തിനാണ് റിസർച്ച് എത്തിക്സ് എന്നുള്ളതാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞതൊക്കെ തന്നെയാണ്. പ്രൊട്ടക്ട് പാർട്ടിസിപ്പൻസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ പേഷ്യൻസ്, സൊസൈറ്റി അല്ലെങ്കിൽ റിസോഴ്സസ്, നമ്മൾ യൂസ് ചെയ്യുന്ന റിസോഴ്സസ് ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റിസർച്ച് എത്തിക്സ് ഉള്ളത്. അതായത് പീപ്പിൾസ് ഇൻവോൾവ് ചെയ്യുന്നതാണ് റിസർച്ച്
വരുന്നത്. അപ്പൊ റിസർച്ചിൽ എന്തായിരിക്കും, ഫിസിക്കൽ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ സോഷ്യൽ ഇൻവോൾവ്മെന്റ്സ് കാണും. പാർട്ടിസിപ്പൻസിന്റെ ഫിസിക്കൽ സൈക്കോളജിക്കൽ അല്ലെങ്കിൽ സോഷ്യൽ ഇൻവോൾവ്മെന്റ് കാണും. അപ്പൊ ആ ഒരു കേസിൽ അവരുടെ പാർട്ടിസിപ്പേഷനെ എത്തിക്കൽ രീതിയിലായിരിക്കാൻ അല്ലെങ്കിൽ ആ എത്തിക്കൽ ഗൈഡ് ലൈൻ എൻഷുർ ചെയ്തിട്ടാണ് പാർട്ടിസിപ്പേഷൻ ഇൻവോൾവ് ചെയ്യുന്നത്. അതായത് അവർക്ക് ഹാം ഒന്നും സംഭവിക്കുന്നില്ല, ഓവറായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നില്ല, ഡിസീവ് ചെയ്യുന്നില്ല എന്നൊക്കെ ഉറപ്പുവരുത്താം. അപ്പൊ ഇവിടെ നമ്മൾ ഇൻഫോംഡ് കൺസെന്റ് ആയിരിക്കും മെയിൻ ആയിട്ട് ഇത് എൻഷുർ ചെയ്യുന്നത്. അവരുടെ സമ്മതപത്രം, ഇൻഫോംഡ് കൺസെന്റ് എന്ത് ചെയ്യും, ഇൻഡിവിജ്വൽസ് അവരുടെ സമ്മതത്തോടു കൂടെയാണ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതെന്ന് അത് അവരുടെ റൈറ്റും നമ്മൾ ഡിഗ്നിറ്റിയും അവിടെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടെന്ന് ഉള്ള ആ ഒരു സമ്മതപത്രം നമ്മൾ എഴുതി സൈൻ ചെയ്ത് ലീഗലി അത് ഫോർവേഡ് ചെയ്യും. അതാണ് ഒന്നാമത്തെ, ടു പ്രൊട്ടക്ട് പാർട്ടിസിപ്പന്റ്, പേഷ്യന്റ്, സൊസൈറ്റി അല്ലെങ്കിൽ റിസോഴ്സ്. ഇനി എന്തായിരിക്കും, നമ്മൾ സയന്റിഫിക് ഇന്റഗ്രിറ്റി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി, അതായത് ഹോണസ്റ്റിയിലാണ് അല്ലെങ്കിൽ ട്രാൻസ്പെറൻസിയിലാണ് നമ്മളൊരു ഡേറ്റ കളക്ഷൻ ചെയ്യുന്നത് അല്ലെങ്കിൽ അത് അനലൈസ് ചെയ്യുന്നത്, റിപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളതിന്റെ സോഷ്യൽ സയന്റിഫിക് ഇന്റഗ്രിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി. അതുപോലെ തന്നെ ഈ ഒരു പ്രാക്ടീസിൽ നമ്മൾ എന്താ, ഫോൾസിഫിക്കേഷൻ, പ്ലഗാരിസം റിപ്പോർട്ട് ചെയ്യുമ്പം സെലക്റ്റീവ് റിപ്പോർട്ടിംഗ് ചെയ്തിട്ടില്ല, സയൻസിന്റെ ക്രെഡിബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ ചെയ്തതെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട്. എത്തിക്കൽ റിസർച്ച്, എത്തിക്കലി നമ്മൾ റിസർച്ച് ചെയ്യുമ്പോൾ സയന്റിഫിക് കമ്മ്യൂണിറ്റിക്ക് തന്നെ നമ്മളോട് എന്ത് ചെയ്യും, സയന്റിഫിക് കമ്മ്യൂണിറ്റിയോട് പബ്ലിക്കിന് എന്ത് ചെയ്യും, ഒരു ട്രസ്റ്റ് കൂടെയാണ് ചെയ്യുന്നവരോട് പബ്ലിക്കിന് ഉള്ള ഒരു വിശ്വാസമാണ് ഈ ഒരു റിസർച്ച് എത്തിക്കൽ പ്രാക്ടീസിലൂടെ ഇംപ്രൂവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫെയർ ഡിസ്ട്രിബ്യൂഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റിസ് മെയിൻറ്റെയിൻ ചെയ്ത് റിസ്കിനും ബെനിഫിറ്റും ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്ത് ചെയ്യും, ഫെയർ പ്രാക്ടീസസ്, ഓവർ ബർഡനിങ് അല്ലെങ്കിൽ ഗ്രൂപ്പിസം ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതിൽ സയന്റിഫിക് നോളജിന്റെ ആക്യുറസി, പിന്നെ ഇന്റലക്ച്വൽ അല്ലെങ്കിൽ പ്രോപ്പർട്ടി റൈറ്റ്സ് മെയിൻറ്റെയിൻ ചെയ്യുക. അതായത് ഇന്റലക്ച്വൽ ആൻഡ് പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പ്ലഗാരിസം എന്ന് പറഞ്ഞ വേറൊരാളുടെ വർക്കിനെ നമ്മൾ കോപ്പി ചെയ്യുന്നതിനാണ് പ്ലഗാരിസം എന്ന് പറഞ്ഞത്. അവരെ അക്നോളജ് ചെയ്യാതെ അവരുടെ വർക്ക് അവർ ചെയ്തിരിക്കുന്നതിന് നമ്മൾ യൂസ് ചെയ്യുന്നതിന് നമുക്ക് പ്ലഗാരിസം പറയും. അങ്ങനത്തെ ഇതില്ലാതെ അവരുടെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി, ഓരോരുത്തരുടെ ആ ഒരു റൈറ്റ്സിനെ എന്ത് ചെയ്യുക, പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് റിസർച്ച് എത്തിക്സിലൂടെ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. ആ ഒരു പാർട്ടിസിപ്പൻസിന്റെ പാർട്ടിസിപ്പേഷനെ പ്രൊട്ടക്ട് ചെയ്യുക, എക്സ്പ്ലോയിറ്റേഷൻ പ്രിവെന്റ് ചെയ്യുക, സയന്റിഫിക് ഇന്റഗ്രിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക, പബ്ലിക്കിന്റെ ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക, ഫെയർനെസ് പ്രാക്ടീസ് എൻഷുർ ചെയ്യുന്നു, അതുപോലെ അഡ്വാൻസ്ഡ് നോളജ് റെസ്പോൺസിബിലിറ്റി ഇൻക്രീസ് ചെയ്യും. ഇതൊക്കെയാണ് റിസർച്ച് എത്തിക്സിലൂടെ. അതായത് ഇതില്ലാതെ റിസർച്ച് എത്തിക്സ് എന്ന് പറയുമ്പോൾ റിപ്പീറ്റ്, ഹിസ്റ്റോറിക്കലി പണ്ട് നടന്ന അബ്യൂസുകളൊക്കെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അതായത് ഒന്നും ഇല്ലാതെയാണെങ്കിൽ അതൊക്കെ റിപ്പീറ്റ് ചെയ്യുക. അതുപോലെ ക്രെഡിബിലിറ്റി ഇല്ലാതെ നമ്മളെ ബാക്കി പാർട്ടിസിപ്പൻസിനെ അല്ലെങ്കിൽ പീപ്പിൾസിനെ ഹാം ചെയ്യുന്ന രീതിയിലായിരിക്കും നടക്കുക. അപ്പൊ ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ റിസർച്ച് നല്ല രീതിയിൽ നടക്കും. അപ്പൊ ഇതാണ് ഇമ്പോർട്ടൻസ് ഓഫ് റിസർച്ച് എത്തിക്സ് എന്ന് പറയുന്നത്. എന്തിനാണ് റിസർച്ച് എത്തിക്സ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അടുത്ത് ഈ എത്തിക്സ്, റിസർച്ചിലെ എത്തിക്സ് കൂടിയാണ് റിസർച്ച് നടത്തുന്നത് എന്ന് റിവ്യൂ ചെയ്യുന്ന ബോർഡാണ് എത്തിക്കൽ റിവ്യൂ കമ്മിറ്റി അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റിവ്യൂ ബോർഡ്. അപ്പൊ ഇവരാണ് ചെക്ക് ചെയ്യുന്നത് നമ്മൾ റിസർച്ച് എത്തിക്കലായിട്ടാണ് നടക്കുന്നത് എന്നുള്ളത്. അപ്പൊ അങ്ങനെ ചെക്ക് ചെയ്യാൻ വെച്ചിരിക്കുന്ന കമ്മിറ്റിയാണ് എത്തിക്കൽ റിവ്യൂ കമ്മിറ്റി അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റിവ്യൂ ബോർഡ്. അപ്പൊ ഈ ഒരു കമ്മിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഇതൊക്കെ എത്തിക്കൽ സ്റ്റാൻഡേർഡ് കൊണ്ടാണോ നടക്കുന്നതെന്ന്, പ്രാക്ടീസ് ചെയ്തത് എന്ന് റിസർച്ച് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്ജക്റ്റ്, അതിൽ ഇൻവോൾവ് ചെയ്യുന്ന റിസർച്ച് വർക്കേഴ്സിന്റെ, അതുപോലെ അവിടുത്തെ സബ്ജക്ട് ഇൻവോൾവ് ചെയ്യുന്ന പാർട്ടിസിപ്പൻസിനെ പ്രൊട്ടക്ഷൻ എൻഷുർ ചെയ്യുക, അവരെ ഹാമിൽ നിന്നും എക്സ്പ്ലോയിറ്റേഷനിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുക. അതുപോലെ അവർക്ക് എന്ത് ചെയ്യുക, റീ അഷുറൻസ് കൊടുക്കുക പബ്ലിക്കിനെ നമുക്ക് അഷ്വർ ചെയ്യുക നമ്മൾ നല്ല രീതിയിലാണ് നടത്തുന്നതെന്ന് അഷ്വർ ചെയ്തത് റിവ്യൂ കമ്മിറ്റി അല്ലെങ്കിൽ റിവ്യൂ ബോർഡാണ്. അതുപോലെ റിസർച്ചേഴ്സിനെ എന്ത് ചെയ്യുക, അൺജസ്റ്റിഫൈഡ് ക്രിറ്റിസിസം, ബാക്കിയുള്ളവര് നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ അൺജസ്റ്റിഫൈഡ് ആയിട്ടാണ് നമ്മൾ നടത്തുന്നത് എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ, റിസർച്ചേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ആരായിരിക്കും, റിവ്യൂ കമ്മിറ്റി ആയിരിക്കും അല്ലെങ്കിൽ IRB, ഇൻസ്റ്റിറ്റ്യൂഷണൽ റിവ്യൂ ബോർഡ്സ് ആണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് IRBയുടെ റോള്. IRBയുടെ റോള് നമുക്ക് അടുത്ത സെപ്പറേറ്റ് ആയിട്ടൊരു ടോപ്പിക്ക് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വരുന്നത്. അപ്പൊ ഈ IRB ആയിരിക്കും ഫുൾ എത്തിക്കൽ സ്റ്റാൻഡ്. IRBയുടെ അപ്രൂവലോട് കൂടി മാത്രമേ നമുക്ക് ഒരു റിസർച്ച്
റിസർച്ച് സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ പറ്റുകയുള്ളൂ. അവരിടയ്ക്കിടയ്ക്ക് വന്ന് റിവ്യൂ ചെയ്യുകയും ചെയ്യും. അപ്പം അത് നമുക്ക് എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എൻഷുർ ചെയ്യും. അതുപോലെ തന്നെ സബ്ജക്ട്സിനെ പ്രൊട്ടക്ട് ചെയ്യും, റിസർച്ചറിനെ പ്രൊട്ടക്ട് ചെയ്യും, പബ്ലിക്കിന് അഷുറൻസ് കൊടുക്കും. അപ്പൊ ഇനി എത്തിക്കൽ ക്ലിയറൻസിന് വേണ്ടിയിട്ടുള്ള പ്രൊസീജിയർ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പൊ എത്തിക്കൽ ക്ലിയറൻസ്, നമ്മൾ എത്തിക്കൽ ക്ലിയറൻസ് ഫോം ഫിൽ ചെയ്യുക, പ്രൊപ്പോസൽ നമ്മുടെ അറ്റാച്ച് ചെയ്യണം, ക്വസ്റ്റ്യനേഴ്സ്, അതുപോലെ തന്നെ ഇൻഫോംഡ് കൺസെന്റ് ഫോംസ്, എല്ലാവരുടെയും സമ്മതപത്രം, ഇൻഫോർമേഷൻ ലീഫ്ലെറ്റ്സ് ഉണ്ടെങ്കിൽ ആ ഇൻഫർമേഷൻ ചെയ്യുക, ലീഫ്ലെറ്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്യുക. എത്തിക്കൽ ക്ലിയറൻസ് നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ ഡാറ്റ കളക്ഷൻ, ആ ഒരു അപ്രൂവ് ചെയ്ത മെത്തഡോളജിയുടെ പ്രകാരം നമുക്ക് ഡാറ്റ കളക്ഷൻ നടത്താൻ സാധിക്കുന്നതാണ്. ഇതാണ് എത്തിക്കൽ ക്ലിയറൻസിന്റെ പ്രൊസീജിയർ. എല്ലാ റിസർച്ചിനും എത്തിക്സ് ആവശ്യമാണ്. എത്തിക്കൽ അപ്രൂവൽ ആവശ്യമാണോ ഇല്ലയോ എന്നാണ്. ഏതൊക്കെ റിസർച്ചിനായിരിക്കും എത്തിക്കൽ അപ്രൂവലിന്റെ ആവശ്യകത വരുന്നത്? അപ്പൊ ഒന്നാമത്തെന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻസ് എങ്ങനെ ഡയറക്ട്ലി നമ്മൾ സബ്ജക്റ്റിൽ നിന്നാണ് കളക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ സബ്ജക്ട്സിന്റെ അല്ലെങ്കിൽ പബ്ലിക് ഡൊമൈനിലുള്ള എക്സിസ്റ്റിംഗ് റെക്കോർഡിൽ നിന്നാണോ കളക്ട് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ ഡയറക്റ്റ് നമ്മൾ പാർട്ടിസിപ്പൻസിൽ പോയി അവരുടെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് അവരുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ എക്സിസ്റ്റിംഗ് ആയിട്ട് പബ്ലിക് ഡൊമൈനിൽ നിന്ന് മേ ബി ഹോസ്പിറ്റൽസ് അങ്ങനത്തെ ഡൊമൈൻസിൽ നിന്ന് അവരുടെ എക്സിസ്റ്റിംഗ് റെക്കോർഡ്സ് കളക്ട് ചെയ്യുകയാണ് എങ്കിലും എന്ത് വേണം? എത്തിക്കൽ അപ്രൂവലിന്റെ ആവശ്യകത വരുന്നത്. ഇനി ഈ റിസർച്ച് പബ്ലിഷ് ചെയ്യുന്നതാണോ അല്ലയോ അതിന്റെ ബേസിൽ വരും. പിന്നെ റിസർച്ചിന്റെ ഫോക്കസ്, ഇനി റിസർച്ചിന്റെ ഫോക്കസ് ആ സബ്ജക്റ്റ് തന്നെയാണ് എങ്കിൽ അവിടെ. പിന്നെ റിസർച്ച് ഒബ്സർവേഷണൽ ടൈപ്പ് ആണോ, എക്സ്പെരിമെന്റൽ ആണോ, കോറിലേഷണൽ ആണോ, ഡിസ്ക്രിപ്റ്റീവ് ആണോ എന്നുള്ള ബേസിൽ. അതായത് നമുക്ക് റിസർച്ച് ഡിഫറെന്റ് ചെയ്ത് നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്, ഫസ്റ്റ് യൂണിറ്റിൽ ഒരു ചാപ്റ്ററിൽ ഉണ്ടായിരുന്നതാണ്. നമ്മൾ എന്താണ് റിസർച്ചിനെ രണ്ട് രീതിയിൽ എന്താ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, ഒബ്സർവേഷണൽ ടൈപ്പ്, എക്സ്പെരിമെന്റൽ ടൈപ്പ് എന്ന് വരുന്നുണ്ട്. അപ്പൊ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒബ്സർവ് ചെയ്ത് മാത്രം അനലൈസ് ചെയ്യുന്ന സ്റ്റഡീസും, എക്സ്പെരിമെന്റൽ എന്ന് പറയുമ്പോൾ ഇൻവോൾവിംഗ് ഹ്യൂമൻസ്, അല്ലെങ്കിൽ അവര് ക്ലിനിക്കൽ ട്രയൽസ് അല്ലെങ്കിൽ ആനിമൽ പ്രീ ക്ലിനിക്കൽ സ്റ്റഡീസ് അവർ ഇൻവോൾവ് ചെയ്ത് ചെയ്യുന്നതാണ്. ഇനി കോറിലേഷണൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഡിസ്ക്രിപ്റ്റീവ് ഫാക്ടേഴ്സ് നമ്മൾ കോറിലേറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ ഈ ഒരു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിസർച്ചിന്റെ ബേസിലിരിക്കും അപ്രൂവൽ വേണോ വേണ്ടയോ എന്നുള്ളത്. ഇനി ഇതേ സിമിലർ പ്രൊജക്ട്സ് വേറെ എവിടെയെങ്കിലും അപ്രൂവ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇനി എന്താണ്, റിസർച്ച് ഒരു പൈലറ്റ് സ്റ്റഡിയാണോ അതോ ഫുള്ളി ഡെവലപ്ഡ്? പൈലറ്റ് സ്റ്റഡി എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ചെയ്ത് നോക്കി ചെറിയൊരു സ്റ്റഡിയും, ഡെവലപ്ഡ് പ്രൊജക്ട് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഫുള്ളായിട്ട് ചെയ്യുന്ന സ്റ്റഡി. പൈലറ്റ് സ്റ്റഡി ആണോ, ഫുള്ളി ഡെവലപ്ഡ് പ്രൊജക്റ്റ് ആണോ? അപ്പം റിസർച്ചിന്റെ ടൈപ്പ് ബേസിക്സ് ആണോ അതോ അപ്ലൈഡ് നോളജ് ആണോ ഇൻവോൾവ് ചെയ്യുന്നത്, അത് ഏതിന് അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ടീച്ചിങ്ങിന് വേണ്ടിയിട്ടുള്ള റിസർച്ച് ആണോ, ട്രെയിനിങ് പർപ്പസിന് വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ നമ്മുടെ പ്രൈമറി നോളജ് അക്വസിഷന് വേണ്ടിയിട്ടുള്ള പ്രൈമറി പർപ്പസ് ആണോ, എന്തിന്റെ ബേസിലാണ് നമ്മൾ ഈ റിസർച്ച് നടത്തുന്നത്? നമ്മൾ കോഴ്സ് കംപ്ലീഷന് വേണ്ടിയിട്ടൊക്കെ ഉള്ള റിസർച്ച് ഉണ്ടല്ലോ, അങ്ങനെ ഏത് ബേസിലുള്ള റിസർച്ച് ആണ്? അപ്പൊ ഇങ്ങനത്തെ സെവറൽ ഫാക്ടേഴ്സിന്റെ ബേസിലായിരിക്കും എത്തിക്സ് അപ്രൂവൽ നടത്തുന്നത്. എത്തിക്സ് അപ്രൂവൽ വേണോ വേണ്ടയോ എന്നുള്ളതും ഒക്കെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. റിസർച്ച് എത്തിക്സിൽ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഏതൊക്കെ ഏരിയാസ് എന്നുള്ളതാണ്. അപ്പം ഒന്നാമത്തത് ഹാം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. പിന്നെ ഇൻഫോംഡ് കൺസെന്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, സമ്മതപത്രം മേടിക്കുക, കോൺഫിഡൻഷ്യാലിറ്റി, അവരുടെ ഡീറ്റെയിൽസ് നമ്മൾ കോൺഫിഡൻഷ്യൽ ആയിട്ട് അതായത് എല്ലാവർക്കും റീഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അല്ലാതെ നമ്മൾ കോൺഫിഡൻഷ്യൽ ആയിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ഒരു സീക്രസി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഉറപ്പ്. പിന്നെ എന്താ ഡിസെപ്ഷൻ എന്ന് പറയുമ്പോൾ ഇൻഫർമേഷൻസ് നമ്മൾ ഇന്റൻഷനലി വിത്ത്ഹോൾഡ് ചെയ്യുക അല്ലെങ്കിൽ പാർട്ടിസിപ്പൻസിനെ മിസ്ലീഡ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ്. അതായത് ഒരു റിസൾട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ഗ്രൂപ്പ് കൺട്രോൾ ആണ്, അതായത് ഇവർക്ക് ട്രീറ്റ്മെന്റ് ആണോ കൊടുക്കുന്നത്, കൺട്രോൾ ആണോ കൊടുക്കുന്നത് എന്ന് നമ്മുടെ പാർട്ടിസിപ്പൻസിനോട് പറയാതിരിക്കുക, അതിൽ നിന്ന് ഒരു ഇൻഫർമേഷൻ അവർക്ക് കൊടുക്കാതിരിക്കുന്നതാണ് ഡിസെപ്ഷൻ എന്ന് പറയുന്നത്. റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും, അവരുടെ ബിഹേവിയർ അതനുസരിച്ച് മാറാൻ വേണ്ടി. അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിസെപ്ഷൻ വരുന്നുണ്ട്. വിത്ത്ഹോൾഡ് ചെയ്യുന്നതാണ് നമ്മുടെ ഇൻഫർമേഷൻ. റിപ്പോർട്ടിംഗ് റിസർച്ച് പ്ലഗിയാരിസം റിസൾട്ട്സ് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് സത്യസന്ധമായിട്ടും കറക്റ്റായിട്ട് എത്തിക്കലി നമ്മൾ ചെയ്യുക. അതുപോലെ പ്ലഗിയാരിസം കോപ്പി ചെയ്യുന്ന സാധനങ്ങൾ അത് സൈറ്റ് ചെയ്ത് മാത്രം ചെയ്യുക. അങ്ങനത്തെ കുറച്ച് ഫാക്ടേഴ്സ് ഒക്കെ അതൊക്കെയും റിസർച്ച് എത്തിക്സിന്റെ ഭാഗമാണ്. പബ്ലിഷ് ചെയ്യുന്ന ടൈം വരെയും റിസർച്ച് എത്തിക്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇപ്പം ഫ്രം പെർഫോമിംഗ് ടു കണ്ടക്ടിങ് ആൻഡ് പബ്ലിഷിംഗ്, അതാണ് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു. പ്ലാനിങ്, കണ്ടക്ടിങ് ആൻഡ് പബ്ലിഷിംഗ് റിസർച്ച്,
അപ്പൊ അവിടെ എല്ലാം മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒന്നാണ്. ഓൾറെഡി മെൻഷൻ ചെയ്തതുപോലെ തന്നെ നമ്മൾ ഹാം കൊടുക്കാതിരിക്കുക. റിസർച്ചർ എല്ലാ പ്രിക്കോഷനും എൻഷുർ ചെയ്യുക. പേഷ്യൻസ് അല്ലെങ്കിൽ സബ്ജക്ട്സ് ഹാംസും സ്ട്രെസ്സിന്റെ അണ്ടറിലല്ല ഓൺ ഗോയിൻ ചെയ്യുന്നതെന്നുള്ളത്. അതുപോലെ തന്നെ ഹാമും ഡിസ്കംഫേർട്ടും എന്ത് ചെയ്യാം, പല ഫോം, അതായത് ഫിസിക്കൽ ആവാം, ഇമോഷണൽ ആവാം, സോഷ്യൽ ആവാം, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആവാം, അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് ഹാം ആൻഡ് ഡിസ്കംഫേർട്ട് എന്ന് പറയുമ്പോൾ ഫിസിക്കൽ ഇഞ്ചറി കൊടുക്കുന്നത് ഹാമാണ്, ഇമോഷണലി സ്ട്രെസ് കൊടുക്കുന്നത് ഹാമാണ്, സോഷ്യലി അവരുടെ സോഷ്യൽ പോർട്ട് ലോസ് ആക്കുന്നത് അത് ഹാമാണ്, അതുപോലെ ഫിനാൻഷ്യലി അവരുടെ വേജസ് ലോസ് ആവുന്നതും ഹാമാണ്, അതുപോലെ എത്തിക്കൽ രീതിയിൽ കണ്ടക്ട് ചെയ്യുക. അതുപോലെ തന്നെ റിസർച്ചേഴ്സ് എന്ത് ചെയ്യുക, ഇവർ ആ ഹാം, ടൈപ്സ് ഓഫ് ഹാം അല്ലെങ്കിൽ ഡിസ്കംഫേർട്ട് മിനിമൈസ് ചെയ്യുന്ന രീതിയിൽ തന്നെ ചെയ്യുക. അത് ടെമ്പററി ആണെങ്കിൽ പോലും. ഇൻഫോംഡ് കൺസെന്റ് ആണ്. ഇൻഫോംഡ് കൺസെന്റ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞത് ഇതുപോലെ തന്നെ ഒരു സമ്മതപത്രം വാങ്ങിക്കുക. അതായത് റിസർച്ചിൽ ഇൻവോൾവ് ചെയ്യുന്ന ഹ്യൂമൻ സബ്ജക്ട്സിന്റെ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, അവർ ഇതെല്ലാം അറിഞ്ഞിട്ടാണ് അവരുടെ സമ്മതത്തോടു കൂടിയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് എന്നുള്ളതിന്റെ ഒരു ഇത് ഇൻഫോംഡ് കൺസെന്റ് സൈൻ ചെയ്ത് വാങ്ങിക്കുക. അപ്പൊ APAയുടെ പ്രകാരം ഇൻഫോംഡ് കൺസെന്റിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണം എന്ന് വെച്ചാൽ നമ്മുടെ റിസർച്ചിന്റെ നേച്ചർ എന്താണ്, അതിന്റെ ഡിസ്ക്രിപ്ഷൻ, ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവണം. അതായത് റിസർച്ച് വോളണ്ടറി, അവരുടെ സമ്മതത്തോടു കൂടിയാണ് പാർട്ടിസിപ്പൻസിന് ഏത് ടൈമിലും സ്റ്റഡിയിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ പറ്റും. പിന്നെ ഐഡന്റിഫിക്കേഷൻ ഓഫ് റിസ്ക് ആൻഡ് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത്, ഡിസ്ക്രിപ്ഷൻ, എത്ര കോൺഫിഡൻഷ്യാലിറ്റിയിലായിരിക്കും നമ്മൾ അവരുടെ ഡേറ്റാസ് കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത്, പ്രൊട്ടക്ട് ചെയ്യുന്നത് എന്നുള്ളത്. പിന്നെ കോമ്പൻസേഷൻ എന്തൊക്കെയാണ് കൊടുക്കുന്നത് ഇൻ കേസ് വരികയാണെങ്കിൽ. പിന്നെ എന്താണ് ഇൻഫർമേഷൻ, റിസർച്ചേഴ്സ് പാർട്ടിസിപ്പൻസുമായിട്ട് ഷെയർ ചെയ്യുന്ന ഇൻഫർമേഷൻസ് എന്തൊക്കെയാണ്, അതുപോലെ ആരാണ് ഈ റിസർച്ചിന്റെ എന്തെങ്കിലും പ്രശ്നമായ ആരെ കോണ്ടാക്ട് ചെയ്യണം എന്നുള്ളതിന്റെ ഡീറ്റെയിൽസും കോമ്പൻസേഷന്റെ ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെയാണെന്നുള്ളതും ഒക്കെ. ഇതാണ് ഇൻഫോംഡ് കൺസെന്റിന്റെ ഷോർട്ടായിട്ട് പറയും. ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ നോക്കാം. കോൺഫിഡൻഷ്യാലിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞതിൽ എന്താണ്, എല്ലാ റിസർച്ച് പ്രൊജക്റ്റിൽ നമ്മൾ കളക്ട് ചെയ്യുന്ന എല്ലാ സാധനവും കോൺഫിഡൻഷ്യൽ ആയിരിക്കും. ഡേറ്റാസ് ഒക്കെ ലോക്ക് ചെയ്ത് തന്നെ ആയിരിക്കണം വയ്ക്കാനായിട്ട്, സെക്യൂർ ചെയ്ത് തന്നെ വയ്ക്കുക. അതുപോലെ പ്ലഗാരിസം, നമ്മൾ വേറൊരാളുടെ വാക്കിനെ അവരുടെ സൈറ്റേഷൻ അവർക്ക് അക്നോളജ് ചെയ്യാതെ കോപ്പി ചെയ്യുന്നതിനാണ് പ്ലഗാരിസം എന്ന് പറഞ്ഞാൽ. വേറൊരാളുടെ ഐഡിയയെ സ്റ്റീൽ ചെയ്യുന്ന രീതിയിലായിരിക്കും കൺസിഡർ ചെയ്യുന്നത്, അല്ലെങ്കിൽ വേറൊരാളുടെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയെ നമ്മൾ സ്റ്റീൽ ചെയ്യുന്ന രീതിയിലാണ്. അപ്പൊ പ്ലഗാരിസത്തിൽ അവോയ്ഡ് ചെയ്യുക, കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക പബ്ലിഷ് ചെയ്യുമ്പോൾ. അപ്പൊ താങ്ക് യു ഫോർ ലിസണിങ്. അപ്പൊ ഇത്രയേ ഉള്ളൂ റിസർച്ച് എത്തിക്സ് ഉണ്ടാകുന്നത്. ഇനി റിസർച്ച് എത്തിക്സ് ഡീറ്റെയിൽ ആയിട്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ റിവ്യൂ ബോർഡിന്റെ കാര്യം വരുന്നുണ്ട്. IRBയുടെ കാര്യം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ ലിസണിങ്.